അപ്പൊ രാവിലെ നമ്മൾ ഇതുപോലെ കമ്പ്യൂട്ടർ പ്രിന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നോടെ ഞാനൊരു ബുക്കിലേക്ക് അഡ്രസ്സും അതുപോലെ ഫോൺ നമ്പറും അതുപോലെ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നതെന്നുള്ളതിന്റെ ഓൾറെഡി ലിസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതുമായിട്ട് ഒന്നുകൂടെ ഇത് കമ്പയർ ചെയ്ത് നോക്കും. മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ, പ്രിന്റിങ്ങിൽ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ളതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു പാക്കിംഗ് റൂം, ഈ പാക്കിംഗ് റൂമിന് ഞാൻ മഞ്ഞൾ റൂം എന്നാട്ടോ പേരിട്ടേക്കുന്നത്. ഇവിടെയുള്ള ഓരോ ഏരിയകൾക്ക് ഞാൻ പേരിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ എക്സ്ട്രാ മേടിച്ച് വെക്കുന്നതിന് ഞാൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയട്ടെ, എന്തെങ്കിലും സാധനം ഇങ്ങനെ അശ്വ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കുന്ന പറയും. അപ്പോൾ എളുപ്പമാണ്, അതിന് മനസ്സിലാവും അങ്ങനെ എവിടെയാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ സാധനത്തിനും ഞാൻ അങ്ങനെ മലഞ്ചരക്ക് കൊട്ടയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ സാധനങ്ങൾ ചേർപ്പ് ചേന എല്ലാം കൊണ്ടുവെക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിന് ഞാൻ മഞ്ഞൾ റൂം എന്ന് പേരിട്ടേക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയത് കസ്തൂരി മഞ്ഞളാണ്. അതുകൊണ്ട് ഇതിന് മഞ്ഞൾ റൂം, അന്ന് നമ്മുടെ മഞ്ഞൾ മാത്രമായിരുന്നു ഈ റൂമിൽ പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം മഞ്ഞൾ റൂം എന്ന് പേര് പറഞ്ഞ് ഇപ്പം ഇത് മഞ്ഞൾ റൂം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ പ്രിൻ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ നേരെ പാക്കിംഗ് റൂമായ മഞ്ഞൾ റൂമിലേക്ക് വരും കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്ത് ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാം മൊബൈലിൽ വെക്കും. പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇതിലാണ്. അങ്ങനെ നമ്മൾ ഇനി ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് വായിക്കുന്നത്. പല വലുപ്പത്തിലുള്ള കാർബോർഡ് ഉണ്ട്. അങ്ങനത്തെ ഒരു 4 ടൈപ്പ് 4 വലുപ്പത്തിലുള്ള കാർബോർഡ് നമുക്കുണ്ട്. ആ കാർബോർഡുകളെല്ലാം എടുക്കുക. അപ്പൊ ഓരോരുത്തരും എത്ര എണ്ണ പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് ഇപ്പം കറിമഞ്ഞൾ 2 kg, കോഫി ക്യൂബ്സ് 3 kg അങ്ങനെയൊക്കെ ഇന്ന് നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിനൊക്കെ കുറച്ച് വലുത് വേണം കാർട്ടൂൺ. അപ്പൊ അങ്ങനത്തെ കാർട്ടൂൺ എടുത്തിട്ട് നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് നന്നായിട്ട് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് ലേബൽ ചെയ്ത് പിന്നെ വെയിറ്റും കൂടി ഞാൻ നോക്കും. അപ്പൊ നമ്മൾ വെച്ചേക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെ അവർക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വെയിറ്റും കൂടി നോക്കി പിന്നെ നമ്മുടെ ഒരു നോട്ട് ബുക്കിലേക്ക് ഞാൻ എത്ര kg ആണ് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് ആ നമ്പർ എഴുതിയിട്ട് ഇതിലൊരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എഴുതിയിട്ട് ബുക്കിലേക്ക് നമ്മൾ എത്ര kg ആണ് നമ്മൾ വെയിറ്റ് പാക്ക് ചെയ്തതെന്നുള്ളതും കൂടി ഇതിൽ വെയിറ്റ് മെഷീൻ നോക്കിയിട്ട് അതും കൂടി എഴുതി വെക്കും. അപ്പോൾ അത് നമുക്ക് ഒരു മൂന്നാമത്തെ ഒരു ചെക്കിങ്ങിനുള്ള ഓപ്ഷനാണത്. അങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ നേരെ പിന്നെ നമ്മുടെ പാക്കിംഗ് കൊറിയർ കൊണ്ടുപോകുന്ന ബാഗുകളുണ്ട് അതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഒന്നെങ്കിൽ ഞങ്ങൾ കൊണ്ട് കൊടുക്കും. നമുക്ക് അധികം സമയം കിട്ടത്തില്ല. അപ്പം നമ്മൾ ഓട്ടോ ചേട്ടനെ ബെന്നി ചേട്ടനെ വിളിക്കും. ബെന്നി ചേട്ടൻ കറക്റ്റായിട്ട് DTDCയിലൊക്കെ കൊടുത്ത് അങ്ങനെ വന്നോളൂ. അപ്പോൾ അവർ കറക്റ്റായിട്ട് അന്നന്ന് നമുക്ക് ഇതിൻ്റെ ബില്ല് എഴുതിയതിൻ്റെ സ്ലിപ്പ് തരത്തില്ല. ആ സ്ലിപ്പിലാണ് നിങ്ങളുടെ ട്രാക്കിംഗ് ഐഡിയ ഒക്കെ ഉള്ളത്. അതെനിക്ക് അന്നൊന്നും തരത്തില്ല. അവർക്ക് ഇത്രയും എഴുതി തീരത്തില്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കും. അതാണ് എനിക്ക് അന്നൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലിപ്പ് എനിക്ക് അയച്ചു തരാൻ പറ്റാതെ പോകുന്നത്. എന്നാലും ഒരു 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് അയച്ചാലും 3 ദിവസം മാക്സിമം 4 ദിവസത്തിനുള്ളിൽ DTDC പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തിക്കും. ഇൻ കേസ് അതിനൊരു താമസം വന്നാൽ നിങ്ങൾ ഉടനെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അങ്ങനെ നമ്മൾ അത് ഡീൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമുക്കിനി പാക്ക് ചെയ്യാം.